വിശുദ്ധമായ റമദാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ പറയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ പൊതുവെ നമ്മൾ ചൊല്ലാറുള്ള ഒരു കാര്യമാണ് സ്വലാത്തുകൾ. എന്നാൽ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 10,000 പ്രാവശ്യം സ്വലാത്തു ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്തിനെ പറ്റിയാണ്. വിശദമായി നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ 10,000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന സ്വലാത്തുണ്ടോ? ഉണ്ട്. മഹാന്മാർ നമുക്കത് വിശദീകരിച്ച് നൽകുന്നുണ്ട്. ഏതാണ് ആ മഹാൻ? എന്താണ് അദ്ദേഹം ആ കിതാബിലൂടെ പറയുന്നത്? നമ്മളെല്ലാവരും വലിയ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നൊരു കാര്യമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുക, ആ റൗള ഷരീഫിൽ പോയി ഒന്ന് സിയാറത്ത് ചെയ്യുക, അവിടത്തേക്ക് ചെന്ന് ഒന്ന് സലാം പറയുക. അതിന് വലിയ സൗഭാഗ്യം കിട്ടാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അതിന് അല്ലാഹു എല്ലാ വഴികളും തുറന്നു തരുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്താണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിചയപ്പെടുന്നത്. ഇന്ന് പരിശുദ്ധമായ റമദാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് കടക്കുകയാണ്. നാളെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിവസം. നാളത്തെ മറ്റൊരു പ്രത്യേകത 17-ാം രാവാണ്, അതായത് ബദർ ദിനമാണ്, ബദരീങ്ങളുടെ ആണ്ട് ദിനമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നേ മനസ്സിലാക്കേണ്ട, ഇന്ന് തന്നെ നമ്മൾ നാളത്തേക്ക് വേണ്ടി കരുതി വെക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റമദാൻ മാസം നമുക്കെല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിൻ്റെ 2ാമത്തെ 10-ലാണല്ലോ നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ വലിയ മഗ്ഫിറത്ത് വാരിക്കോരി അടിമകൾക്ക് കൊടുക്കുന്ന ദിവസങ്ങളാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും വലിയ പാപമോചനം നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് വിശുദ്ധമായ റമദാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ്. മാത്രമല്ല റമദാനിൻ്റെ 16-ാം രാവ്. ഈ 16-ാം രാവിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് ഓതുന്നവരാണ്. കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്തായ, ഷാഫിഈ മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം കുനൂത്ത് ഓതൽ സുന്നത്തായ 2 സന്ദർഭങ്ങളാണ്. ഒന്ന്, സുബഹി നമസ്കാരത്തിൽ എല്ലാ ദിവസവും, അത് റമദാൻ അല്ലാത്ത മാസങ്ങളിലും സുബഹി നമസ്കാരത്തിൽ 2ാമത്തെ റക്അത്തിൽ ഇഅ്തിദാലിൽ കുനൂത്ത് ഓതൽ സുന്നത്താണ്. അതോടൊപ്പം തന്നെ പിന്നീട് സുന്നത്താകുന്ന മറ്റൊരു സന്ദർഭമാണ് റമദാനിൻ്റെ, പരിശുദ്ധമായ റമദാനിൻ്റെ 2ാം പകുതി മുതൽ, അതായത് ഇന്നത്തെ രാത്രി മുതൽ, ഇന്നത്തെ തറാവീഹിന് ശേഷമുള്ള വിത്ർ നമസ്കാരത്തിൻ്റെ അവസാനത്തെ റക്അത്തിലെ ഇഅ്തിദാലിൽ മുതൽ നമുക്ക് റമദാൻ തീരുന്നതുവരെ കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. അതായത് 16-ാം രാവ് മുതൽ പ്രത്യേകം കുനൂത്ത്. ഏത് സമയത്ത്? വിത്ർ നമസ്കാരം. ഇപ്പോൾ 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നവനാണെങ്കിൽ 3ാമത്തെ റക്അത്തിൽ ഇഅ്തിദാലിൽ, ഇനി 5 റക്അത്ത് നിസ്കരിക്കുന്നവനാണെങ്കിൽ 5ാമത്തെ റക്അത്തിൽ, 9 ആണെങ്കിൽ 9ാമത്തെ റക്അത്തിൽ, 11 ആണെങ്കിൽ 11ാമത്തെ റക്അത്തിൽ. അതായത് വിത്ർ നമസ്കാരത്തിൻ്റെ അവസാനത്തെ റക്അത്തിലെ ഇഅ്തിദാലിൽ നമ്മൾ സാധാരണ സുബഹി നമസ്കാരത്തിൽ ഓതുന്ന കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. ഇനി കുനൂത്ത് മറന്നുപോയി എന്ന് വെച്ച് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവാനില്ല. കുനൂത്ത് മറന്നുപോയാൽ സഹവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഇനി ഒരാൾ സഹവിൻ്റെ സുജൂദും ചെയ്യാൻ മറന്നുപോയാലോ അതിന് നിസ്കാരത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല. എങ്ങനെയാണ് സഹവിൻ്റെ സുജൂദ് ചെയ്യുക? അതുമായി ബന്ധപ്പെട്ടൊരു വിശദമായ വീഡിയോ മുമ്പ് നമ്മൾ ഇറക്കിയിരുന്നു. പറഞ്ഞു വന്നത്, ഈ കുനൂത്ത് നമ്മൾ മറന്നു പോവാതിരിക്കുക, പ്രത്യേകം ഓതൽ സുന്നത്താണ്. സാധാരണ നമ്മൾ സുബഹി നമസ്കാരത്തിൽ ഓതുന്ന കുനൂത്ത്, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വഅഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅ്തൈത് വഖിനാ ശർറ മാ ഖളൈത് ഫഇന്നക തഖ്ലി വലാ യുഖ്ളാ അലൈക് വഇന്നഹു ലാ യളില്ലു മൻ വാലൈത് വലാ യഇസ്സു മൻ ആദൈത് തബാറക്ത റബ്ബനാ വതആലൈത ഫലകൽ ഹംദു അലാ മാ ഖളൈത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക് وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم ربنا اغفر وارحم وأنت خير الراحمين. ഇതാണ് കുനൂത്ത്. അപ്പോൾ ഇത് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് വിശുദ്ധമായ റമദാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ്.
മഗ്ഫിറത്തിൻ്റെ 10 ആകെ നമുക്ക് കിട്ടുന്ന വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി ഉണർത്തുകയാണ്. നമുക്കറിയാമല്ലോ, വെള്ളിയാഴ്ച രാവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ പറയുന്ന ഒരു കർമ്മമാണ് സ്വലാത്ത് എന്നുള്ളത്. നമുക്ക് ഇന്ന് ളുഹറിന് ശേഷം മുതൽ അല്ലെങ്കിൽ ഇന്ന് അസറിന് ശേഷം മുതൽ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ഒരുങ്ങാം. നാളെ റമദാൻ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. മാത്രമല്ല 17-ാം രാവ് കൂടിയാണ്, ബദ്രീങ്ങളുടെ ആണ്ട് ദിവസം കൂടിയാണ്. അപ്പോൾ പ്രത്യേകം നാളത്തെ ദിവസത്തിന് വേണ്ടി ഇപ്പോഴേ നമ്മൾ സജ്ജമാവുക. ഇപ്പോഴേ തന്നെ പരിശുദ്ധമായ സൂറത്തുൽ കഹഫ് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്വലാത്തുകൾ പരമാവധി ചൊല്ലുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, സുന്നത്തായ കർമ്മങ്ങൾ, നഖം വെട്ടുക, അതുപോലെ തന്നെ മീശ ഒതുക്കുക, താടി ഒതുക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഉമ്മമാരാണെങ്കിൽ ഇന്ന് തന്നെ പരമാവധി ജോലിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് നാളെ വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി തയ്യാറാവുക. അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിന് മഹത്വമുണ്ട്, വെള്ളിയാഴ്ച രാവിനും മഹത്വമുണ്ട്. വെള്ളിയാഴ്ച രാവിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ അത് സ്വലാത്ത് ചൊല്ലുക എന്ന് തന്നെയാണ്. സാധാരണ നമ്മൾ റമദാൻ മാസത്തിൽ ചൊല്ലുന്ന ദിക്റുകളുണ്ടല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് റമദാനിൻ്റെ 2-ാമത്തെ 10-ലാണ് നമ്മളുള്ളത്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ആ ദിക്ർ നമ്മൾ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇതൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. അപ്പോൾ ഈ ദിക്റും ഇതല്ലാത്ത ദിക്റുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായി പറയേണ്ടത് സ്വലാത്താണ്. സ്വലാത്ത് നമുക്കറിയാം, ഒരുപാട് സ്വലാത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ അവിടുന്ന് കാണാൻ സാധിക്കും, അക്സിറു സ്വലാത്ത് അലയ്യ യൗമൽ ജുമുഅ വ ലൈലത്തുൽ ജുമുഅ. ജുമുഅ ദിവസത്തിൽ മാത്രമല്ല, ജുമുഅ ദിവസത്തിൻ്റെ രാവിൽ കൂടി നിങ്ങൾ പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണേ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വമൻ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശറ എന്നാണ്. ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ അള്ളാഹു അവനിക്ക് 10 നന്മകൾ കൊടുക്കും, 10 ഗുണങ്ങൾ കൊടുക്കും, 10 ദറജകൾ ഉയർത്തും, 10 പാപങ്ങൾ പുറത്തു കൊടുക്കും. അങ്ങനെ ഒരുപാട് കൂലികൾ അള്ളാഹു കൊടുക്കും. പ്രത്യേകിച്ച് റമദാൻ മാസമാകുമ്പോൾ ഒരു നന്മക്ക് 70ഉം അതുപോലെ 700ഉം 7000ഉം ഒക്കെ ആയിട്ട് ഇരട്ടി പ്രതിഫലം അള്ളാഹു കൊടുക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ദിവസങ്ങളുടെ നേതാവാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം. ആ ദിവസങ്ങളുടെ നേതാവാകുന്ന വെള്ളിയാഴ്ച ദിവസത്തിൽ ലോക നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ നമുക്ക് ഏറ്റവും വലിയ അനിവാര്യമായ കാര്യമാണ്. നമുക്ക് ഒരുപാട് സ്വലാത്ത് അറിയാം. ഇബ്രാഹിമിയ സ്വലാത്ത്, സ്വലാത്തുൻ നാരിയ, സ്വലാത്തുൻ നൂറാനിയ, സ്വലാത്തു ദിബ്, സ്വലാത്തു താജ്, സ്വലാത്തുൽ കൻസ്, അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ്, അദദു സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിമിയ, അങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ. ഓരോ സ്വലാത്തിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ പല വീഡിയോകളിലായി പ്രതിപാദിച്ചിട്ടുമുണ്ട്. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ പ്രത്യേകതകൾ ആദ്യം നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? മഹാനായ സയ്യിദ് അലവി അൽ മാലിക്കി മക്ക, മഹാനായ ഇദ്ദേഹം ഹറമിൽ ദർസ് നടത്തിക്കൊണ്ടിരുന്ന മഹാനാണ്. വലിയ മഹാനാണ്. ഒരുപാട് ശിഷ്യന്മാരുള്ള, ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുള്ള, ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുള്ള മഹാനാണ്. അദ്ദേഹം സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ ശ്രേഷ്ഠതകൾ പറയുന്ന സ്ഥലത്ത് എഴുതി വെക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ സ്വലാത്തുൽ ഫാത്തിഹ് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ എത്ര? 10,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ്. 10,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം. മാത്രമല്ല നരകശിക്ഷയിൽ നിന്നും നിർഭയത്വമുണ്ടാകും. 100 പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയാൽ ഹൃദയത്തിൻ്റെ മറകൾ അല്ലാഹു നീക്കുന്നതാണ്. അഥവാ എപ്പോഴും ഹൃദയം നന്മയിലായിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഒരു 10,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം ഒരു മനുഷ്യന് കിട്ടും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിൽ, വെള്ളിയാഴ്ച പകലിൽ ഇത് ചൊല്ലിയാൽ അള്ളാഹിൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാം. അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടും. അതുപോലെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചിരിക്കാം. ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങളുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. ആദ്യം നമുക്ക് ഈ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് സ്വലാത്തുൽ ഫാത്തിഹ് നമുക്ക് ചൊല്ലാം. എന്താണ് സ്വലാത്തുൽ ഫാത്തിഹ്? اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.
ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹ. ഇതറിയില്ലാത്തവർ എഴുതിയിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് പരമാവധി ചൊല്ലാനും മനപ്പാഠമാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അല്ലാഹുവേ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ മുഴുവൻ ആലിനും എല്ലാവർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. എങ്ങനെയുള്ള പ്രവാചകരാണ്? അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിക, അടക്കപ്പെട്ട ഒന്നിനെ തുറന്നു തരുന്നവനാണ് മുത്ത് റസൂൽ. അടക്കപ്പെട്ട ഒന്നിനെ തുറന്നു തരുന്ന മുത്ത് റസൂൽ. അതുപോലെ തന്നെ വൽ ഖാത്തിമി ലിമാ സബഖ, കഴിഞ്ഞുപോയ ഒന്നിനെ പൂർത്തീകരിച്ചു തരുന്ന മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നാസിറുൽ ഹഖ് ബിൽ ഹഖ്, സത്യം കൊണ്ട് സത്യത്തെ സഹായിക്കുന്ന മുത്ത് റസൂൽ. വൽഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം, അല്ലാഹുവേ നിന്റെ ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന സന്മാർഗം കാണിച്ചു തരുന്ന മുത്ത് റസൂൽ. വഅലാ ആലിഹി, അവിടുത്തെ കുടുംബത്തിനും അല്ലാഹുവേ നീ ഗുണവും രക്ഷയും കൊടുക്കണേ. ഹഖ ഖദ്രിഹി വ മിഖ്ദാരിഹിൽ അലീം, മഹത്തായ അവിടുത്തെ അളവിൻ്റെയും വലുപ്പത്തിൻ്റെയും അർഹതക്കനുസരിച്ച് അല്ലാഹുവേ നീ വലിയ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാഹ്. ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹ. ഈ സ്വലാത്തുൽ ഫാത്തിഹ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹറക്കത്തൊക്കെ മാറിയിട്ട് പല റിവായത്തും കാണാറുണ്ട്. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇപ്പോൾ തന്നെ ഇത് പിന്തിപ്പിച്ച് വെക്കണ്ട, പിന്നെ ചൊല്ലാമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു 11 പ്രാവശ്യം നമുക്ക് ഒന്നിച്ച് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിക വൽ ഖാത്തിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വ മിഖ്ദാരിഹിൽ അലീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.
അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയ ഈ സ്വലാത്തിനെ സ്വീകരിക്കുമാറാവട്ടെ. ഈ സ്വലാത്ത് ചൊല്ലിയാൽ എന്തെല്ലാം പ്രതിഫലങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ സ്വലാത്ത് ചൊല്ലി മുത്ത് റസൂലിനെ കാണാനും സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കാനും അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ സ്വലാത്ത് ഇന്ന് മാത്രമുള്ളതല്ല, ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും, എല്ലാ വെള്ളിയാഴ്ചകളിലും, അതല്ലാത്ത ദിവസങ്ങളിലും, റമദാൻ കഴിഞ്ഞാലും ഈ സ്വലാത്ത് നിത്യമായി ഒരു ദിവസം ഒരു പ്രാവശ്യം െങ്കിലും ചൊല്ലാൻ പറ്റിയാൽ നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു തആല ഈ സ്വലാത്ത് നിത്യമായി ചൊല്ലാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. നാളെ ബദർ ദിനമാണ്. ബദരീങ്ങളെപ്പറ്റി ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുകയാണ്. പ്രത്യേകിച്ച് മൗലിദിലൂടെ, ബദർ മൗലിദിലൂടെ, അതുപോലെ ബദരീങ്ങളുടെ തവസ്സുൽ ബൈത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബദരീങ്ങളുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, ഒരൊറ്റ കാര്യം കേട്ടാൽ മതി. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട്, അതായത് സ്വഹാബിമാരിൽ ലോകത്ത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള, ലോക ജനതയിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ആളുകളാണ് ആര്? ഉമ്മത്ത് മുഹമ്മദ്, അതായത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം. ആ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകളാണ് നബി തങ്ങളുടെ സ്വഹാബിമാർ. ആ സ്വഹാബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകളാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാർ. അപ്പോൾ ആ സ്വഹാബിമാർ, അതുപോലെ തന്നെ മലക്കുകൾ, കോടാനു വരുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മലക്കുകളാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കുകൾ. അപ്പോൾ ഈ ഒരു ശ്രേഷ്ഠത മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അവരുടെ പവർ എന്താണെന്ന് തിരിയും. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ബദരീങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അവസരം അള്ളാഹു കൊടുക്കുകയാണെന്ന്. അവർക്ക് എന്തും ചെയ്യാം എന്ന് വെച്ചാൽ, എന്തും ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല കാര്യങ്ങൾ എന്തും ചെയ്യാം, അതായത് മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് അവർ പോവാറില്ല. അതായത് എന്ത് കാര്യവും ചെയ്യാമെന്നത് കൊണ്ടുള്ള ഉദ്ദേശം, അവർക്ക് എല്ലാ ലൈസൻസും അള്ളാഹ് കൊടുത്തിരിക്കുന്നു. അതായത് അവർ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പാണ്. കാരണം അവരൊക്കെ വലിയ സ്വഹാബിമാരാൻ. അസ്വഹാബി കൻ നുജൂം എന്നാണ് നബി തങ്ങൾ പരിചയപ്പെടുത്തിയത്. അതായത് നക്ഷത്ര തുല്യരാണ്. ആ നക്ഷത്ര തുല്യരായ, ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത, മുത്തറസൂൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ അസ്വഹാബുൽ ബദർ, അവരുടെ ആണ്ട് ദിനമാണ് നാളെ വരുന്നത്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ആ ബദരീങ്ങളെ പറ്റിയുള്ള ഓർമ്മയിലും അവർക്ക് കിട്ടുന്ന സ്വർഗത്തിൽ എനിക്കും കടക്കണമെന്നുള്ള നല്ല ചിന്തയിലുമൊക്കെയായി ബദരീങ്ങളുടെ ആ ആണ്ട് ദിനം വരുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹയോ ഒരു യാസീനോ ഒക്കെ ഓതി ഹദിയ ചെയ്യൽ വളരെ ഖൈറാണ്. നമ്മുടെ ഇരുലോക വിജയത്തിന് അവരെ നമ്മൾ കൂട്ടുപിടിക്കൽ ഏറ്റവും അത്യാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബദരീങ്ങളുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് വിശദമായി നാളത്തെ വീഡിയോയിൽ കേൾക്കാം. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. പരിശുദ്ധമായ റമദാൻ ഇതാ നമ്മളിൽ നിന്നും ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ 2ാമത്തെ 10-ലാണുള്ളത്. 2ാമത്തെ 10-ലും ഒരു ഭൂരിഭാഗം ദിവസങ്ങളും ഇങ്ങനെ പോവുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. പരമാവധി ഇബാദത്തുകൾ ചെയ്യുക, ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. റമദാനിൻ്റെ 2ാമത്തെ 10-ൽ സ്പെഷ്യലായി നമുക്ക് ചെയ്യാനുള്ള അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ അതൊരുപാട് വട്ടം പറയുക. നമ്മുടെ പാപങ്ങൾ പൊറുപ്പിച്ചെടുക്കുക. ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എല്ലാം ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഒരുപാട് ഇബാദത്തുകൾ ഈ റമദാനിൽ ചെയ്യുവാനും അതുവഴി സ്വർഗത്തിൽ കടക്കുവാനും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ഇതുപോലുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നു, ഒരുപാട് ദുആ വസിയത്ത് പറയുന്നു. അതുപോലെ തന്നെ ദുആ വസിയത്ത് എഴുതാതെ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് മുറാദുകളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്. അല്ലാഹു തആല എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മളൊക്കെ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഈ റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ കാര്യത്തിലും അല്ലാഹു എല്ലാവിധ ഖൈറും സലാമത്തും ഫത്ഹും വിജയവും അല്ലാഹു നൽകട്ടെ. ആമീൻ. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരല്ലേ, ജമാഅത്തായി നിസ്കരിക്കുന്നവർ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ, അതുപോലെ വീട്ടിലും പള്ളിയിലൊക്കെ നിസ്കരിക്കുന്നവർ. നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ നിസ്കാരത്തിൽ പല തെറ്റുകളും സംഭവിക്കാം, ചില മറവികൾ സംഭവിക്കാം, അബദ്ധങ്ങൾ സംഭവിക്കാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് അതിന് പരിഹാരം? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് സഹുവിൻ്റെ സുജൂദ് എന്ന്. എന്താണ് സഹുവിൻ്റെ സുജൂദ്? എങ്ങനെയാണത് ചെയ്യേണ്ടത്?
നമുക്ക് നിസ്കാരത്തിൽ വന്നു പോകുന്ന അബദ്ധങ്ങൾ, മറവികൾ അതേതൊക്കെയാണ്, അതിൻ്റെ പരിഹാരം ഏതൊക്കെയാണെന്ന് വിശദമായി ചർച്ച ചെയ്ത ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിസ്കാരത്തിൽ നമുക്ക് പറ്റുന്ന തെറ്റുകൾ ഏതൊക്കെ, നിസ്കാരത്തിൽ നമുക്ക് വരുന്ന മറവികൾ, ആ മറവികൾക്കുള്ള പരിഹാരം എന്തൊക്കെ എന്ന് വിശദമായി ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.